ഈ ലോകത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സുഹൃതം ഹബീബിനെ പറയൽ തന്നെയാണ്. ഒരുപക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പോലും മുറിഞ്ഞു പോകുന്ന ഒരു സമയം, എന്നാൽ മദ്ഹ് മുറിഞ്ഞു പോകുന്ന സമയമില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലാൻ ഒരാൾ ഇവിടെ ഇല്ലാത്ത സമയമുണ്ട്. കുല്ലു മൻ അലൈഹാ ഫാൻ. ഇപ്പൊ ദാക്കിറില്ല, ദാക്കിറൊക്കെ പോയി. മദ്കൂറായ റബ്ബ് മാത്രമേ ഉള്ളൂ. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ആ സമയത്ത് കലിമത്ത് തൗഹീദിൽ ഇൻഖിതാഅ് വരികയാണ്. കാരണം ചൊല്ല ആളില്ല. എന്നാൽ ആ സമയത്തും സ്വലാത്തിന് ഇൻഖിതാഅ് ഇല്ല. കാരണം അത് ഏറ്റെടുത്തത് ഇന്നല്ലാഹ, അല്ലാഹുവാ. അല്ലാഹു ഏറ്റെടുത്തൊരു സുഹൃതമാണ്. അത് വലിയൊരു സൂചനയുമാണ്. ഹബീബിനോട് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച മുഴുവൻ ആളുകളും എന്നും മദ്ഹിന്റെയും സ്വലാത്തിന്റെയും അവിടത്തെ വെച്ചുകൊണ്ടുള്ള തവസ്സുലിന്റെയും ഒരു പ്രവാഹമാണ് ലോക ചരിത്രത്തിൽ അലയടിച്ചത്, ഇന്നും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. മദീനയുടെ മണം പിടിക്കാത്ത ലോകത്തെ ഇമാമിങ്ങളില്ല. മദീനയുടെ ഓർമ്മയിൽ വിതുമ്പാത്ത സ്വഹാബികളില്ല. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീന കമാ തറിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. പാമ്പിനെ ഒരു തവളയെ കിട്ടിയാൽ പിന്നീട് വേണ്ടത് സ്വസ്ഥമായി അതൊന്ന് കഴിക്കാനുള്ള സുരക്ഷിത താവളമാണ്, അത് മാളമാണ് എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അന്നം കഴിക്കാനുള്ള സുരക്ഷിത താവളമായി മാളത്തെ പാമ്പ് അവലംബിക്കും പോലെ ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് റൂഹിന്റെ അന്നമായ കലിമ ഇറങ്ങിയാൽ തവളയെ കിട്ടിയാൽ പാമ്പ് മാളത്തെ മോഹിക്കുന്നത് പോലെ ഈമാന് കിട്ടിയാൽ വിശ്വാസി മദീനയെ മോഹിക്കുന്നതാണ് എന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ, ഹൃദയത്തിന്റെ സത്തേ, മഅരിഫത്തിന്റെ വിത്തേ, النبي ومدحه خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. നബി കീർത്തനം ഖൈറായ അമലാണ് സുധി നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബി നായകർ സുപാസയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മഹാന്മാരായ നേതാക്കൾ സ്റ്റേജിലുമുണ്ട്, താഴെയുമുണ്ട്, പണ്ഡിതന്മാർ ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. അശുദ്ധി ഇറക്കാനും വിശുദ്ധി വഹിക്കാനും പറ്റുന്ന പവിത്രമായ ഈ ഉദ്യാനത്തിൽ നിന്ന് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കവള് വെച്ചുകൊണ്ട് വിശ്രമിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശപ്രളയമായ പ്രാരംഭമായ അവലംബമായ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ ഒരു 3 സ്വലാത്ത് ചൊല്ലി പരിമിതമായ സമയമാണെങ്കിലും ഉള്ള സമയത്തിൽ പശയുള്ള ചില അക്ഷരങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
മനസ്സറിഞ്ഞുകൊണ്ട്, ഹൃദയം സ്പന്ദിച്ചുകൊണ്ട്, ഹൃദയം ത്രസിച്ചുകൊണ്ട്, ഹൃദയം തപിച്ചുകൊണ്ട്, കണ്ണറിയാതെ നനഞ്ഞുകൊണ്ട്, ഹൃദയം അറിയാതെ പടച്ചുകൊണ്ട്, സ്വലാത്തിന്റെ ചിറകിലേറി മദീന കസ്തൂരി മണ്ണിന്റെ ഗന്ധമൊന്ന് പിടിക്കാൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദി ദമീ വദമീ മിദാദും ഫീ മദാഇഹിക യാ റസൂലല്ലാഹ്. എന്റെ രക്തവും എന്റെ വിയർപ്പും എന്റെ കണ്ണുനീരും അങ്ങയെ പ്രശംസിക്കുന്ന മഷിയാണ് നബിയേ എന്ന് ആശിഖീങ്ങൾ പാടിയതുപോലെ, പറഞ്ഞതുപോലെ, പ്രണയത്തിന്റെ പട്ടാളം അടയാളപ്പെടുത്തിയതുപോലെ ആ പുഴയിൽ ഒരു തുള്ളിയായി ലയിക്കാൻ ഇത് ജീതു തൈബത റൗമ സൗറതി ഖബ്രിഹി ഫഹുനാക കുംതു ശുമുറയ്യാന ശരീഹി وميت مدهوشا لهيبة قدره حبا وإن كنت المسيء آثيما صلوا عليه وسلموا تسليما. കസ്തൂരിയാം പൂമേനി മണ്ണിൽ വന്നു ഞാൻ, കനകാമണിയാം പരിമളം നോകർന്നു ഞാൻ, മുത്തിൻ പവിത്രത ഓർമ്മയിൽ വീതുമ്പിനാൻ, മഹബത്തിലായി താളർന്നു ബോധം കെട്ടു ഞാൻ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ലോകതലത്തിൽ ഇസ്കിന്റെ അലമാല കൊണ്ട് ഹൃത്തടങ്ങളെ സ്വാധീനിച്ച നിരുനിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച് ആശിഖീങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തൗഹീദിന്റെ ദീപശിഖയായി സമർപ്പിച്ച സല്ലല്ലാഹുവിന്റെ കർത്താവായ ഖാദി ഉമർ റഹിമഹുല്ലാഹ് ഹൃദയത്തിലേക്ക് കോരിയിട്ടതുപോലെ അവിടെ പോയാൽ പെടക്കാത്തവരുണ്ടോ? അവിടെ പോയാൽ കരയാത്തവരുണ്ടോ? അവിടെ പോയാൽ മറക്കാത്തവരുണ്ടോ? അവിടെ പോയാൽ നിയന്ത്രണം വിടാത്തവരുണ്ടോ എന്ന് തുടങ്ങിയാണ് മദീനയിലുള്ള കരച്ചില്. അത് ഉദ്ഘാടനം ചെയ്തത് മറ്റാരുമല്ല, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അൽ തഖീഖ് അൽ മുലഖബ് ബിൽ അതീഖ് ഖാതിൽ സിന്ദീഖ് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് പവിത്രമായ ആത്മാവ് അല്ലാഹുവിന്റെ അനന്ത വിഹായസിലേക്ക് പാറിപ്പറക്കുന്ന സമയത്ത് സഹിക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത സിദ്ദീഖിനെ അല്ലാഹു അങ്ങ് മാറ്റിവെച്ചതാ. കേട്ട ഉടനെ സടകുടഞ്ഞു വരികയാ. പ്രിയപ്പെട്ട മകളുടെ പവിത്രമായ റൂമിലേക്ക് കടന്ന് മുസ്തഫ നബിയുടെ ശറഫാക്കപ്പെട്ട കവളിൽ തുരുതുരാ ചുംബിച്ച് കൊച്ചുകുട്ടിയെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞ് സിദ്ദീഖുൽ അക്ബർ അന്ന് തന്നെ ഉദ്ഘാടനം കുറിച്ചതാണ് ഈ കണ്ണുനീരിന്. ആ സമയത്ത് സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് പറഞ്ഞൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ്, വഫാത്തിന്റെ പേരിൽ നെഞ്ചത്തടിച്ചുകൊണ്ട് അന്യായമായും അനാശാസ്യമായും അമിതമായും ഖളാഇനെതിരെ എന്നോണമുള്ള കരച്ചിൽ അങ്ങ് ബ്ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട സിദ്ദീഖിന്റെയും എന്റെ സുഹൃത്തുക്കളുടെയും കണ്ണിന്റെ കുഴിയിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ ചാലിട്ടൊഴുകുന്ന അങ്ങയുടെ വേർപാട് കൊണ്ടുള്ള കരച്ചിൽ കൊണ്ട് മദീനയില് ഒരു നൈൽ നദി തന്നെ സൃഷ്ടിക്കപ്പെടുമായിരുന്നു യാ റസൂലല്ലാഹ് എന്ന് വിതുമ്പി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ അവിടുത്തെ നിഴലായ, തണലായ, തണിയായ, തുണയായ, വലങ്കയ്യായ, സ്വാഹിബായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ. അങ്ങനെ മാത്രം പറഞ്ഞാ പോരാ. ഈ കരച്ചില് ഇപ്പൊ അടുത്ത് തുടങ്ങിയതല്ല, ഇത് അല്ലാഹുവിന്റെ റസൂല് ലോകത്ത് വരുന്നതിന്റെ മുമ്പ് തുടങ്ങിയതാ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്,
തുബ്ബൈ ചക്രവർത്തി ഹിമ്ർ ഇബ്നു വർദ് എന്നാണ് പേര്. അദ്ദേഹം ഒരു ലോക സഞ്ചാരിയായിരുന്നു. എന്നോട് മദീന മാത്രം പറയാനാണ് സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ പറഞ്ഞത്. ഇത് മദീനയുടെ സദസ്സാണ്, അതുകൊണ്ട് പത്രക്കട്ടിങ്ങിലേക്ക് പോകുന്നില്ല, ആനുകാലിക വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. മദീന മാത്രം, അത് മാത്രം ഇൻഷാ അല്ലാഹ്. ഹിമ്ർ ഇബ്നു വർദ് എന്ന് പറയുന്ന ചക്രവർത്തി ലോക സഞ്ചാരിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ആത്മജ്ഞാനികളായ പല പണ്ഡിതന്മാരും ലോകത്ത് സഞ്ചരിക്കുന്ന സമയത്ത് കൂടാറുണ്ട്, യാത്രയിൽ കൂട്ടാറുണ്ട്. ഒരിക്കൽ സഞ്ചാരത്തിനിടയിൽ മക്കയിൽ വരികയാണ്. ഏത് നാട്ടിൽ പോയാലും തുബ്ബൈ ചക്രവർത്തി ആളുകൾ പ്രതിഷ്ഠാംഗം കൊണ്ട് ആദരിക്കാറുണ്ട്, പല നിലയിലും അഭിനന്ദിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. പക്ഷെ കഅബയുള്ള പരിശുദ്ധമായ മക്കയിൽ വന്നപ്പോൾ ജനങ്ങൾ നവർമൈൻഡാണ്, തിരിഞ്ഞു നോക്കുന്നില്ല, ആദരിക്കുന്നില്ല, സുജൂദില്ല, പാട്ടുപാടുന്നില്ല. ജനങ്ങളുടെ ശ്രദ്ധ മൊത്തം മക്കയിലേക്കാണ്, കഅബയിലേക്കാണ്. കഅബയെ പ്രതിഷ്ഠാംഗം ചെയ്യുകയാണ്, പ്രദക്ഷിണം ചെയ്യുകയാണ്. ആ സമയത്ത് അഹങ്കാരിയായ സ്വച്ഛാധിപതിയായ തുബ്ബൈ ചക്രവർത്തിക്ക് ഹൃദയത്തിൽ പക വന്നു. ഈ മനുഷ്യന്മാരെല്ലാം ചുട്ടുകൊല്ലാനും പെണ്ണുങ്ങളെല്ലാം കവർച്ച ചെയ്യാനും കഅബയാകുന്ന ഇവർ മുഴുവനും പ്രദക്ഷിണം ചെയ്യുന്ന ഈ സ്ഥാപനത്തെ തകർത്ത് തരിപ്പണമാക്കാനോ ആരും അറിയാതെ തുബ്ബ് അതിന്റെ ഉള്ളിൽ തീരുമാനമെടുക്കുകയാണ്. തീരുമാനമെടുത്ത പാടെ തുബ്ബൈന്റെ മൂക്കിലൂടെ ദുർഗന്ധം വരികയാണ്, ചെകിടിലൂടെ ചീഞ്ചലം പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ഒരു മനുഷ്യനും അടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പല വിശ്വഘുരന്മാരും മാറി മാറി ചികിത്സിച്ചു, ഭേദമാകുന്നില്ല. നിപുണനായ ഒരു വിശ്വഘുരൻ ചികിത്സിച്ചിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഇത് ഭൂമിയിൽ നിന്ന് വന്ന രോഗമല്ല, ഇത് ആകാശലോകത്തിൽ നിന്ന് വന്ന രോഗമാണ്, അതുകൊണ്ട് ഭൂമിയിൽ ഇതിന് മരുന്നില്ല. ആ സമയത്ത് ആത്മജ്ഞാനിയായ ഒരു വിശ്വഘരനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് നിങ്ങളുമായി ഒരു സ്വകാര്യ സംഭാഷണത്തിനുള്ള അവസരം തരികയാണെങ്കിൽ ഇതിനുള്ള മാർഗം ഞാൻ നിർദ്ദേശിക്കാം. കഠിന കഠോര വേദനക്ക് പാത്രീഭവിച്ചുകൊണ്ട് ചീഞ്ചലം സകല ഓൾസുകളിലൂടെയും പുറത്തേക്ക് പ്രവഹിക്കുന്ന രാജാവിന് സമ്മതിച്ചുകൊണ്ട് സ്വകാര്യ സംഭാഷണത്തിൽ വിശ്വഘുരൻ മഹാരാജാവിനോട് ചോദിക്കുകയാണ്, രാജാവേ, ഈ നാട്ടിൽ വന്നിട്ട് ഈ നാടിന്റെ മണ്ണിനോട് വിണ്ണിനോട് യോജിക്കാത്ത വല്ലതും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നോട് ധൈര്യമായി, ഉറപ്പായി, സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങളുടെ മാരകമായ രോഗത്തിനുള്ള മോചനം ഞാൻ നിർദ്ദേശിക്കാം. ആ സമയത്ത് രാജാവ് പറഞ്ഞു, ഇവിടെ വന്ന് ആളുകൾ എന്നെ ബഹുമാനിക്കാത്തത് കൊണ്ട്, ആളുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഈ കഅബക്കായതുകൊണ്ട് ഈ കഅബയെ പൊളിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ നെവർമൈൻഡ് ആക്കി ഈ മനുഷ്യന്മാരെ കൂട്ടക്കൊല ചെയ്യാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഈ വിശ്വഘരൻ പറഞ്ഞു, രാജാവേ, എത്രയും പെട്ടെന്ന് ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിക്കണേ, തൗബ ചെയ്ത് കരയണേ, നിങ്ങൾക്ക് പറ്റുന്ന പരുവത്തിൽ ഈ സ്ഥാപനത്തെ ബഹുമാനിക്കുകയും ചെയ്യണേ. ആത്മജ്ഞാനിയായ വിശ്വഘുരൻ പറഞ്ഞ സമയത്ത് രാജാവ് ആദ്യമായി കഅബ ശരീഫിനെ കറുത്ത കില്ല കൊണ്ട് ആവരണം ചെയ്ത് ആദരിച്ചത് തുബ്ബൈ ചക്രവർത്തിയാണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാ. പിന്നെ എങ്ങനെയാണ് മദീനയുമായി ബന്ധം? അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഈ രാജാവ് പിന്നീട് 400 ആത്മജ്ഞാനികളായ പണ്ഡിതന്മാരുമായി നേരെ പോകുന്നത് മദീനയിലേക്കാണ്. ഈ സംഭവം ഉദ്ധരിച്ച പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുത്ത് മുസ്തഫ വരുന്നതിന്റെ ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് മദീനയല്ല, അന്ന് യസ്രിബാണ്. ഈ രാജാവ് എത്തി യസ്രിബിൽ എത്തുകയാണ്. യസ്രിബിൽ എത്തിയ പാടെ കൂടെയുള്ള 400 ആത്മജ്ഞാനികളായ പണ്ഡിതന്മാരും ഒരേ സ്വരത്തിൽ ഈ രാജനോട് പറയുകയാണ്, മഹാരാജാവേ, ഞങ്ങളിനി നാട്ടിലേക്കില്ല, വീട്ടിലേക്കില്ല, കുടുംബത്തേക്കില്ല,
ഞങ്ങൾക്ക് കെട്ടിയവളെ കാണണ്ട, കുട്ടികളെ കാണണ്ട, ഞങ്ങളിവിടെ പാർക്കുകയാ. ഉള്ള സ്ഥലത്ത് മുണ്ട് വിരിച്ചുകൊണ്ട് ഉള്ളത് ചവച്ചരച്ച് കഴിച്ചുകൊണ്ട് ഇവിടെ പാർക്കാനാണ് ഞങ്ങളുള്ളത്. നിങ്ങളുടെ കൂടെ നാട്ടിലേക്കില്ല. രാജാവിന്റെ കൂടെ സഞ്ചരിച്ചാൽ സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാം, നല്ല കാശും കിട്ടുന്നതാണ്. പക്ഷെ മദീന എത്തിയ പാട് ഈ 400 വേദ പണ്ഡിതന്മാരുടെയും തീരുമാനം മാറുകയാണ്, അവരുടെ രീതി മാറുകയാണ്, അവരുടെ നിയ്യത്തുകൾ മാറുകയാണ്, അവരുടെ ലക്ഷ്യം മാറുകയാണ്, അവരുടെ സ്വഭാവം മാറുകയാണ്, അവരുടെ കണ്ണുകൾ നിറയുകയാണ്. എന്തിനാണ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ണുനീര്, ആ കണ്ണുനീര് വാർത്തത് എന്തിനാണെന്നറിയോ? നിലവിലുള്ള പ്രവാചകന് വേണ്ടിയല്ല, കണ്ട റസൂലിനെ കാമിച്ചുകൊണ്ടല്ല, 1000 കൊല്ലത്തിന് ശേഷം വരാനുള്ള റസൂലിന്റെ കാൽപാദത്തിന്റെ മണം പിടിച്ചതാ. രാജാവേ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ മക്കയിലുള്ള കഠിന കഠോരമായ മർദ്ദന, തണ്ടന, താടന, പീഡനത്തിന് പടച്ചവൻ അറുതി കൊടുത്തുകൊണ്ട് ഹിജറ വന്നെത്തുന്ന സ്ഥലം ഈ മദീനയാണ്. നേരത്തെ നമ്മൾ പോയ മക്കയിലാണ് അവസാന പ്രവാചകൻ ജനിക്കുന്നതെങ്കിൽ തീർത്ഥയാത്ര എത്തുന്നത് ഈ മദീനയിലാണ്. അതുകൊണ്ട് മുത്തു മുസ്തഫ മദീനയിൽ എത്തിയാൽ ആ മുഹമ്മദ് നബിയുടെ പാദസേവക്കൊരവസരം കിട്ടാൻ, അവിടത്തെ സ്നേഹിച്ചുകൊണ്ട് അനുധാവനം ചെയ്യാൻ, അവിടത്തെ സഹവസിച്ചുകൊണ്ട് പാരത്രിക സൗഭാഗ്യം സ്വന്തമാക്കാൻ ഞങ്ങൾ ഇവിടെ കൂടുകയാണെന്നങ്ങ് പറഞ്ഞ പാട് 1000 കൊല്ലങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന പുണ്യപൂമാനായ മുത്തു മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോളൂ, ഹൃദയം തുറന്നുകൊണ്ട് അധരങ്ങൾ ചലിക്കട്ടെ. അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ലാ അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ലാ അലൈഹി. അല്ലാഹ് 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 അല്ലാഹ്. ഹൃദയങ്ങളിൽ നിന്ന്, ഹൃദയങ്ങളിലൂടെ, ഹൃദയങ്ങളിൽ നിന്ന് സ്വർണ്ണനൂൽ കൊണ്ട് മഹബത്തിന്റെ ഒരു പാലം ഭാവന ലോകത്ത് പണിതുകൊണ്ട് സ്വലാത്ത് സലാമിന്റെ സലൂട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ പാതിരാവിനെ പരിശുദ്ധമാക്കി അനുകൂലമാക്കി പരലോകത്തേക്കുള്ള പ്രതീക്ഷാ വിഭവമായി മദീന ഫാഷനിൽ നിന്ന് മാറ്റിവെക്കാൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. റബീന്റെ വസന്തോത്സവത്തിന്റെ ആധ്യാത്മിക ഉദ്യാനത്തിൽ നിന്ന് പ്രകാശിതമായ ഈ സദസ്സിൽ നിന്ന് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ എത്തുന്നതിന്റെ, ഭൂമിയിൽ എത്തുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സല്യൂട്ട് അടിച്ച രാജാവാണ് തുബ്ബ ചക്രവർത്തി. കൂടെയുള്ള 400 വേദജ്ഞാനികളായ പണ്ഡിതന്മാർ കൂടെ വരാൻ ഞങ്ങൾക്കാവില്ല രാജാവേ. ഇത് മുഹമ്മദ് നബി ഹിജറ വന്നെത്തുന്ന സ്ഥലമാണ്. ആ മുഹമ്മദ് നബിയെ പുൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഉടനെ തന്നെ വാശി പിടിച്ചില്ല, മുഴുവൻ എണ്ണത്തിനെയും കശാപ്പ് ചെയ്യണമെന്ന് അഹങ്കാരം പ്രസ്താവിച്ചില്ല. ഈ രാജാവ് കൂടെയുള്ള 400 വേദജ്ഞാനികളായ പണ്ഡിതന്മാർക്ക് മദീനയിൽ 400 വീട് പണിയുകയാ. മദീനയുടെ മണ്ണും മദീനയുടെ മനസ്സും മദീനയുടെ കൽബും മദീനയുടെ വിണ്ണും പ്രഭാത സമയത്ത് സൂര്യന്റെ കിരണങ്ങളേറ്റ് വിടർന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ കൊടകൾക്കിടയിലൂടെ പച്ചക്കുബ്ബ കണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്ന സ്വലാത്ത് സലാമുകൾ പറഞ്ഞു പോയവരെ, പോകാനുള്ളവരെ, പോകാൻ കൊതിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും മദീനയിൽ അല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണ്? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ വന്നപ്പോൾ ഹിജറ പോയത് ആകാശത്തേക്കാണ്.
അള്ളാന്റെ റസൂലിന്റെ തൊട്ട് മുമ്പുള്ള പ്രവാചകനാണ് സയ്യിദുനാ ഈസ. അള്ളാഹു രക്ഷപ്പെടുത്തിയത് ആകാശത്തേക്ക് കൊണ്ടുപോയിട്ടാണ്. എന്നാൽ മുസ്തഫാനെ എന്തുകൊണ്ട് ആകാശത്തേക്ക് കൊണ്ടുപോയില്ല? അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആകാശലോകത്തേക്കെങ്ങാനും 100 ആളുകൾ കൊല്ലാൻ വന്ന സമയത്ത് പടച്ചവന് കൊണ്ടുപോയിരുന്നെങ്കിൽ എവിടെ പോയാ നമ്മളൊന്ന് അടക്കം പറയുക, എവിടെ പോയാ നമ്മളൊന്ന് കരയുക, എവിടെ പോയാ നമ്മളൊന്ന് സലാം പറയുക, എവിടെ പോയാ നമ്മളൊന്ന് കോരിത്തരിക്കുക, എവിടെ പോയാ നമ്മളൊന്ന് ആധ്യാത്മിക അനുഭൂതിദായകമായ യാത്ര ചെയ്യുക. യാ റസൂലല്ലാഹ്, ചക്രവർത്തി 400 പണ്ഡിതന്മാർക്ക് 400 വീട് മദീനയുടെ മണ്ണിൽ പണിയുകയാണ്. ഈ 400 വേദജ്ഞാനികളോടും അവിടെ താമസിക്കാൻ വേണ്ടി പറയുകയാണ്. ഇവരോടൊരു വസിയ്യത്ത് ചെയ്യുകയാണ്. നിങ്ങളുടെ കാലത്തെങ്ങാണ്ടും മുഹമ്മദ് വന്നാൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, നിങ്ങളുടെ കാലത്തെങ്ങാനും മുഹമ്മദ് വന്നാൽ നിങ്ങൾ പാട്ടുപാടി മുത്ത് മുഹമ്മദിനെ സ്വീകരിക്കണേ. 400 പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു വലിയ പണ്ഡിതന് വലിയ വീട് പണിയുകയാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, മുഹമ്മദ് വന്നാൽ ഈ വീട്ടിലാണ് താമസിക്കേണ്ടത്, നിങ്ങളാണ് സേവനം ചെയ്യേണ്ടത്, നിങ്ങളാണ് സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ കാലത്ത് വന്നില്ലെങ്കിൽ നിങ്ങളുടെ തലമുറക്ക് കൈമാറണം, അവരുടെ കാലത്ത് വന്നില്ലെങ്കിൽ അവരുടെ തലമുറക്ക് കൈമാറണം. 1000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വസിയത്താണ്. അങ്ങനെ കൈമാറി കൈമാറി വന്ന തലമുറകളാണ് അൻസാരികൾ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല തുബ്ബ ചക്രവർത്തി ഒരു ലെറ്ററും മുസ്തഫ നബിക്ക് ആ വലിയ വീട്ടിൽ താമസിക്കുന്ന പണ്ഡിതന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അതിലുള്ളത്, യാ മുഹമ്മദ് അസ്സലാമു അലൈക യാ മുഹമ്മദി ലൗ മുദ്ദ ഉംരി ലാ ഉംരിക ലകുന്തു വസീറൻ ലക യാ മുഹമ്മദ് ആമന്തു ബിക യാ മുഹമ്മദ്. മുഹമ്മദ് നബിയേ, ഇത് എത്ര കൊല്ലം മുമ്പാണ് മദീനയിൽ സംഭവിച്ചത്? മദീനയുടെ മണ്ണ് കേൾക്കുന്നവരെ, അത്ഭുതമാണ്, ഇതിഹാസമാണ്, ഇന്ദ്രജാലം പണിത മണ്ണാണ്. അള്ളാന്റെ റസൂൽ മദീനയിൽ എത്തുന്നതിന്റെ, ഭൂമിയിൽ എത്തുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിക്കുകയാണ്. ആമന്തു ബിക യാ മുഹമ്മദേ, നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു മുഹമ്മദ് നബിയേ. വലൗ മുദ്ദ ഉംരി ലാ ഉംരിക, എന്റെ ആയുസ്സെങ്ങാനും നിങ്ങളുടെ ആയുസ്സിലേക്ക് സുദീർഘമായി കിട്ടിയാൽ ലകുന്തു, നിശ്ചയം ഞാൻ ആകുന്നതാ വസീറൻ ലക, രാജാവാണെന്ന് പറഞ്ഞില്ല, ഭരണാധികാരിയാണെന്ന് പറഞ്ഞില്ല, രാജാവായ നിങ്ങളുടെ കീഴെയുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയായി നിങ്ങളുടെ പിന്നാലെ ഞാനും ഉണ്ടാകും മുഹമ്മദ് നബിയേ എന്ന് തുബ്ബ ചക്രവർത്തി മദീനയുടെ മണ്ണിൽ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കത്തെഴുതിയത് വലിയ വീട്ടിൽ താമസിക്കുന്ന പണ്ഡിതന്റെ കയ്യിൽ കൊടുക്കുകയാ. ഇനി കേൾക്കണോ, മക്കയിൽ നിന്ന് കഠോരമായ അസഹ്യമായ പരീക്ഷണ പരാജയ പ്രതിസന്ധി തീച്ചൂളയിൽ പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്ത് മുസ്തഫാക്കും അനുയായ വൃന്ദങ്ങൾക്ക് മദീനയുടെ മണ്ണിലേക്ക് യാത്ര പോകാനുള്ള അനുമതി കിട്ടിയത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, ഇവിടെ തന്നെ പരാമർശിച്ചിട്ടുണ്ടാകാം. ഞാൻ പോകുന്നില്ല. അങ്ങനെ പോകുന്ന സമയത്ത് പോയി സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെയുള്ള യാത്രയില്ലേ, അൽഹംദുലില്ലാഹ്, ആ യാത്രയിൽ സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് എന്നവരോട് മുത്ത് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കറേ, നിങ്ങളെ സ്നേഹിച്ചവർ മൊത്തം നിങ്ങളുടെ കൂടെ സ്വർഗത്തിലാണ്. അതുകൊണ്ടല്ലേ അബൂബക്കറിനെ സിദ്ദീഖിനെ മാറ്റിയിട്ട് മുഹമ്മദ് മുസ്തഫയിലേക്ക് കയറിയാൽ മുത്ത് മുസ്തഫ അത് തൃപ്തിയാവുകയില്ല. അതുകൊണ്ടല്ലേ സൂറത്തുൽ ലൈൽ കഴിഞ്ഞ കൂടെയാണ് സൂറത്തുൽ ളുഹായുള്ളത്. സൂറത്തുൽ ലൈലിന്റെയും സൂറത്തുൽ ളുഹായുടെയും ഇടയിൽ മറ്റൊരു സൂറത്തില്ല. എന്തുകൊണ്ട്? സൂറത്തുൽ ലൈൽ അബൂബക്കറിനെ സിദ്ദീഖിനെ കുറിച്ചുള്ള സൂറത്താണ്. സൂറത്തുൽ ളുഹ മുത്ത് മുസ്തഫയെ കുറിച്ചുള്ള സൂറത്താണ്. അതിന്റെ ഇടയിൽ വേറൊരു വാസിത്തയില്ല. കാരണം ലൈല
ലൈലാകുന്ന അബൂബക്കറിന് സിദ്ദീഖിലൂടെ ദുഹായാകുന്ന മുത്തു മുസ്തഫയിലേക്കാണ് പാലം കെട്ടേണ്ടത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കറിന് സിദ്ദീഖിനെ പലപ്പോഴും കൂട്ടിപ്പിടിക്കുമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മുത്തു മുസ്തഫാനെ പാട്ടുപാടി പുളകം കൊള്ളിച്ച സമയത്ത് ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് ചോദിക്കുകയാണ്, ഹസ്സാനേ, നീ എന്താണ് എന്റെ അബൂബക്കറിനെ കുറിച്ചൊന്നും പറയാത്തത്? ഉടനെ തന്നെ ഹസ്സാൻ അങ്ങ് പാടിയില്ലേ, وكان حب رسول الله قد علموا من البرية لا يعدل به رجلا وثاني اثنين في الغار المنيف وقا تفلدوا به إذ صعد الجبل وكان حب رسول الله قد علموا من البرية لا يعدل തന്റെ എല്ലാമെല്ലാമായ സിദ്ദീഖിനെ കുറിച്ചുള്ള മദ്ഹിന്റെ പദ്യം കേട്ട സമയത്ത് സന്തോഷാദിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാണ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ മുത്തു മുസ്തഫ മദീനയിലേക്ക് കടക്കുന്ന ഒരു രംഗമുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതല്ലേ മദീന ഭാഷൻ, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതല്ലേ നബിദിനാഘോഷം. കാരണം കണ്ടപാടെ അൻസ്വാരികൾ പാട്ടുപാടി സ്വീകരിച്ചപ്പോൾ പലരും പല പാട്ടുമാണ് ആലപിച്ചത്. ചിലർ പറഞ്ഞു, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, ജാഅ റസൂലുള്ളാഹ്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ദഫെടുത്ത് കൊട്ടിയിട്ട് പാടിയത് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മദഅലി ലഹിദാ അയ്യുഹൽ മബ്ഉസു ഫീനാ ജിത ബിൽ മുതഅ أنت شرفت المدينة مرحبا يا خير دا يا نبي سلام عليكم يا رسول يا حبيب سلام عليكم صلوات الله عليكم. മുത്ത് മുസ്തഫാന്റെ പ്രഭാമയമായ പുണ്യ പൂമുഖം കണ്ട സമയത്ത് അവര് കൈ കൊടുത്ത് സ്വീകരിക്കുകയില്ല ചെയ്തത്. ഒരു നാട്ടിൽ നിന്ന് ആട്ടും കുത്തും തൊഴിക്കും ആക്ഷേപവും വിമർശനവും പരിഹാസവും മർദ്ദനവും തണ്ടനവും താടനവും പീഡനവും എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് മര്യാദക്ക് വെള്ളം കിട്ടാതെ കിട്ടിയത് കുടിച്ച് കഷ്ടപ്പെട്ട് ത്യാഗനിർഭരമായ യാത്ര വെയിൽ കൊണ്ട് 450 കിലോമീറ്റർ പലപ്പോഴും ഓടിയും പലപ്പോഴും നടന്നും പലപ്പോഴും സുദ്ധീക്കുന്നവരുടെ തോളിലേറിയും നട്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കിതച്ചെത്തിയ പുന്നാര പൂമാന് ഇനി തട്ടില്ല, ഇനി വെട്ടില്ല. മക്കയെ പോലെ വളഞ്ഞിട്ട് ആക്രമിക്കലില്ല. പാട്ടുപാടിയ സ്വീകരണമാണ്. സ്വീകരണം ഓവറാവുകയാണ്. പലരും റസൂലുള്ളാഹിന്റെ മൃഗമെന്ന് പറയാൻ പറ്റൂല, വാഹനത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുകയാണ്, കയറ് പിടിക്കുകയാണ്. ആ സമയത്ത് പറയുന്നു ദഊഹാ. എന്താണ് ആ വാക്കിന്റെ പൊരുളുകൾ മനസ്സിലാക്കണേ. ദഊഹാ ഫഇന്നഹാ മഅ്മൂറാ. എന്റെ വാഹനത്തിനെ നിങ്ങൾ വിട്ടേക്ക്. സുബ്ഹാനല്ലാഹ്, എന്റെ വാഹനത്തിനെ നിങ്ങൾ വിട്ടേക്ക്. ഫഇന്നഹാ മഅ്മൂറാ. നിങ്ങൾ തിരക്കൂട്ടിട്ട് കാര്യമില്ല. ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് എന്നത് ആ വാഹനത്തിന്, ഈ ഒട്ടകത്തിന് നിർദ്ദേശമുണ്ട്. നിങ്ങൾ തിരക്കൂട്ടിട്ട് കാര്യമില്ല. അതിനറിയാം ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന് എന്റെ ഒട്ടകത്തിനറിയാം. വിട്ടേക്ക്, വിട്ടേക്ക്. മുഹമ്മദ് മുസ്തഫ
സകല വീടുകളിലും പാത്രങ്ങൾ കഴുകി വെച്ചിരുന്നു, കിടക്കാനുള്ള ബെഡ് റെഡിയാക്കിയിരുന്നു, വീടുകളൊക്കെ തൂത്ത് വൃത്തിയാക്കിയിരുന്നു. പല ആളുകളും ഒരുപാട് ദിവസങ്ങളിൽ അവരുടെ കൃഷിത്തോട്ടത്തിലേക്ക് പോയില്ല, അവരുടെ കന്നുകാലികളെ നോക്കിയില്ല. കാരണം കുന്നുമാമലകളുടെ മുകളിൽ കയറിയിട്ട് വരുന്നുണ്ടോ എന്ന് ഉറ്റ് കണ്ണുന്നിട്ട് പാതിരാവിലും നോക്കുന്ന അൻസാരികള് കിട്ടിയ പാടേ അടിയും കുത്തും വെട്ടും പരിഹാസവും കിട്ടിയ പുണ്യപൂമാന പാട്ടുപാടി വാരിപ്പുണരുകയാണ്. അവരുടെ സ്നേഹാധിക്യത്തിന്റെ സന്തോഷ പ്രകടനത്തിൽ മതിമറന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒട്ടകത്തിന്റെ കയറ് വിട്ടോ, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന് ഒട്ടകത്തിനറിയാം. ഈ ഒട്ടകം നേരെ പോയി മുട്ടുകുത്തിയത് അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടുമുറ്റത്താണ്. ഇത് പലരും പറയുന്ന ചരിത്രമാണ്. പക്ഷേ എന്താണ് അതിന് കാരണമെന്ന്, എന്താണ് ആ വീട്ടിൽ മാത്രം ഒട്ടകം മുട്ടുകുത്താനുള്ള കാരണം? ആ വീടാണ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹിമ്ർ ഇബ്നു വർദ എന്ന് പറയുന്ന തുബ്ബ ചക്രവർത്തി 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനയിൽ മുത്തനബി വന്നാൽ പാർക്കാൻ വേണ്ടി പണിത വീട് അബൂ അയ്യൂബുൽ അൻസാരി പാർക്കുന്ന വീടാണ്. അപ്പൊ മദീനയിലും ഒരാളുടെ ഔദാര്യവും പറ്റിയിട്ടില്ല. മുഹമ്മദ് മുസ്തഫ തനിക്ക് വേണ്ടി 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് പണിത വീട്ടിൽ തന്നെയാണ് താമസിച്ചിട്ടുള്ളത്. അവിടെ എത്തിയ പാട് അബൂ അയ്യൂബുൽ അൻസാരി ആ ലെറ്റർ കൈമാറുകയാണ്. ഏതാണ് ലെറ്റർ എന്നറിയുമോ? ഈ വീട്ടിൽ മുത്തു മുസ്തഫ വരുന്ന സമയത്ത് മുസ്തഫ നബിക്ക് കൈമാറാൻ വേണ്ടി 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് രാജാവ് ആ വീട്ടുകാരനായ അന്നത്തെ പണ്ഡിതന്റെ കയ്യിൽ ഏൽപ്പിച്ച ലെറ്റർ പിന്നീട് 1000 വർഷങ്ങൾക്ക് ശേഷം കൈമാറുന്നത് അൻസാരികളിൽ പ്രമുഖനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ലെറ്റർ വായിച്ച് അല്ലാഹുവിന്റെ റസൂലാകുന്ന ഐനുർ റഹ്മത്ത് കരയുകയാ, തുബ്ബ ചക്രവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. മദീന അത്ഭുതമാണ്, അഭിവാഞ്ജമാണ്, അഭിനിവേശമാണ്, ഹൃത്തടത്തിന്റെ തുടിപ്പാ, ജീവിതത്തിന്റെ സ്വപ്നമാണ്. قلبي مذ أتيت واديا قاف ما تاب أنفيداد طه تالي اللي تالي تال മുത്തൊലി തിളങ്ങിടും റൗള അതിൽ നീ പാർക്കേ മങ്ങി മുങ്ങാത്തെ മനസാൽ പാകിയോരെ പാക്കേ നഖാതാഴ്വര എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താഹാവിൻ ചാരേ ഞാലയെത്തിലായി ഇലാ ഇലാഹ ഇല്ലല്ലാഹു. മൻസൂർ പുത്തനത്താണിയുടെ മധുരരാഗ സ്വരസുത കേട്ട് ആസ്വദിച്ചവരെ, നിങ്ങൾ അദ്ദേഹം ആദ്യം പാടിയ പാട്ടിന്റെ വരികൾ കേട്ടില്ലേ? 2 ആഴ്ച മുമ്പ് എന്റെ പള്ളിയിൽ വന്നിട്ട് ഉച്ച മുതൽ 2.5 മണിക്കൂർ അദ്ദേഹം എനിക്ക് പാട്ട് പാടി തന്നു. അപ്പോൾ അവിടെ വെച്ചും ഞാൻ ആ പാട്ട് കേട്ടിരുന്നു. അതിന്റെ തരിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. മുസ്തഫ നബി വിജ്ഞാനം വിളംബരം ചെയ്യാനുള്ള കേവലം മേറ്ററല്ല, അത് കരച്ചിലാട്, അത് പറച്ചിലാട്, അത് പെടക്കലാ, അത് ഉറക്കൊഴിക്കലാ, അത് നിയന്ത്രണം വിടലാ. മനോഹരമായി ആലപിച്ച പാട്ടിലെ ഓരോ അക്ഷരക്കനികളും എടുത്ത് പരിശോധിച്ചാൽ ഇഷ്കിന്റെ പശയുള്ള അക്ഷരങ്ങളാണ്, ഉറ്റി ഉറ്റി വീടുന്ന തേൻതുള്ളികളാണ്. വൈസുൽ ഖറനയുടെ ചരിത്രാവിഷ്കാരമാണ് ആദ്യത്തെ പാട്ടിൽ. ഞാൻ ആ ചരിത്രം പറയുന്നില്ല, കാരണം ചരിത്രം ഏറെ പറയണമെന്ന താല്പര്യമില്ല. ഇവിടെ മൗനമാണ്, ഇവിടെ കണ്ണുനീരാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനയിൽ ഒഴുകിയ കണ്ണുനീര് അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിന് കുടിക്കാൻ അവസരം കൊടുത്തില്ലായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പുഴ ആശിഖീങ്ങളുടെ കൺകുഴിയിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ മദീനയിൽ ഒരാളെ ഓർമ്മയിൽ കുടുകുടാ ഒഴുകിയ കണ്ണീർ ബാഷ്പം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന പുഴയാകുമായിരുന്നു. പക്ഷേ ആ മണ്ണ് അത് മുഴുവനും മുത്തിയെടുക്കുകയാണ്.
നക്കിയെടുക്കുകയാണ്. മദീനയിൽ കരയാത്ത സ്വഹാബാക്കളുണ്ടോ? മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് കിസ്റാ വിറക്കും കൈസറും പനിക്കുന്നതാണ്. മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞേറ്റുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. വീരാ വീരാ വില്ലാളി വീരാ ഉമർ ഇബ്നുൽ ഖത്താബ് പാതിരാവിന്റെ ഉള്ളറയിൽ പരിക്കം കുപ്പായം ഇട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ഖബറിൽ പോയി കൊച്ചുകുട്ടിയെ പോലെ എങ്ങലടിച്ച് കരയുകയാണ്. ആ സമയത്ത് അമീറുൽ മുഅ്മിനീൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്. ചിലര് പറഞ്ഞു വഫാത്തായി പോയ മഹാന്മാരെ വിളിച്ചാൽ ആ വിളിച്ച സ്ഥലം അമ്പലമാണ്, വിളിച്ചവൻ സ്വാമിയാണ്. അങ്ങനെയാണെങ്കിൽ ബഹുമാനത്തോടെ ചോദിക്കട്ടെ, എത്ര സ്വാമികളാണ് ഭൂമിയിലുള്ളത്? ആരൊക്കെയാണ് സ്വാമികളുടെ പട്ടികയിലുള്ളത്? തിരുത്താൻ വേണ്ടി നിങ്ങൾ രണ്ടാമതും പറഞ്ഞതും ശരിയായിട്ടില്ല. അവിടെ നിങ്ങൾ സ്വാമികളൊന്നും ഒഴിവാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞത് അബൂലഹബ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, വഫാത്തായവരെ സഹായത്തിന് വേണ്ടി വിളിക്കാത്ത പള്ളിയുണ്ടോ? നിങ്ങളും അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിക്കുന്ന ആളല്ലേ? അത് വഫാത്തായി പോയ മഹാനെ വിളിക്കലല്ലേ? അയ്യുഹൻ നബിയു എന്നതിന്റെ നഹവി നിയമം എന്താണ്? ആ വിളിക്കുന്നത് റസൂലുള്ളാഹിക്ക് നിങ്ങൾ അങ്ങ് സലാം കൊടുക്കാനാണോ അതോ റസൂലുള്ളാഹിൽ നിന്ന് തിരിച്ചു കിട്ടാനാണോ? മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. ഞങ്ങൾ സലാം പറയുന്നത് തിരിച്ചൊന്ന് സലാം കിട്ടാനാണ്. നമ്മുടെ സലാം കിട്ടിയിട്ട് റസൂലുള്ള രക്ഷപ്പെടേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ നമ്മളോട് സലാത്ത് ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുന്നതിന് മുമ്പ് പടച്ചവൻ പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. കാരണം റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ സലാത്ത് ചൊല്ലേണ്ടതില്ല, അത് അല്ലാഹ് ഏറ്റെടുത്തതാണ്. പിന്നെ നമ്മൾ എന്തിനാ ഏറ്റെടുക്കുന്നത്? നമുക്ക് വേണ്ടിയാണ്. അത് തന്നെയാണ് സലാമിന്റെയും അവസ്ഥ. അപ്പോൾ വഫാത്തായി പോയ ആളുകൾ അവരുടെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടി വിളിച്ചാൽ ആ വിളിച്ചവൻ സ്വാമിയാകുമെന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, ആ വിളിച്ചത് മൗഖൂഫായ സ്ഥലമാണെങ്കിലും അപ്പാടെ പള്ളിയല്ല, ഞാനത് പറയുന്നില്ല. അത് തന്നെയാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഇത് വിളിക്കാത്ത നാടുകളുണ്ടോ? കക്ഷികളുണ്ടോ? പക്ഷക്കാരുണ്ടോ? ഇനി ഞാൻ വിനീതമായി ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രായം ബഹുമാനിച്ചുകൊണ്ട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ലാ തജൽ ഖബരി വതനൻ യുഅബദ്. എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ റബ്ബേ എന്ന് മുസ്തഫ നബിയുടെ ചോദ്യമല്ലേ, ദുആയല്ലേ, സ്വഹീഹായ ഹദീസല്ലേ? നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? നാളെ നാട്ടിൽ തന്നെ എനിക്ക് പരിപാടി, ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? കേൾക്കുന്നുണ്ടോ? റസൂലുള്ളാഹിന്റെ ദുആയാണ്. ഒന്ന് രണ്ട് പീസ് തീട്ട് കൊടുത്തില്ലെങ്കിൽ പ്രസംഗം മുഴുവനാവില്ല. കാരണം നമ്മൾ ആ സങ്കടം തീട്ടു. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ലാ തജൽ ഖബരി വതനൻ യുഅബദ്. ഇത് റസൂലുള്ളാഹിന്റെ ദുആയാണ്. അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? അതിന് മറുപടി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഭാഷയിൽ അവിടെ പോയിട്ട് സഹായം തേടാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ? ലക്ഷങ്ങൾ ഒഴുകല്ലേ. ഇതിനാണ്ട് പോണത് റസൂലുള്ളാഹിനോട് സംസാരിക്കാന്, സഹായം തേടാനാണ് പോകുന്നത്. കുറച്ചാളുകൾ മാറിന്നാലും ലക്ഷങ്ങൾ കണ്ണീർ പൊഴിക്ക് സഹായം തേടുകയാണ്. അപ്പൊ ഈ ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വരൂല. എന്തൊക്കെ നിങ്ങൾ ഈ പ്രായ സമയത്ത് പറഞ്ഞു കൂട്ടുന്നത്? ഒന്ന് തൗബ ചെയ്ത് നന്നായിക്കൂടെ? ഇസ്കിന്റെ ലോകത്ത് ഈ ബുഡൂസൊക്കെ ഉമ്മത്ത് ഏറ്റെടുക്കുന്നാണോ നിങ്ങൾ കരുതിയത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ മാടി വിളിക്കുന്നത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ മാടി വിളിക്കുന്നത് പറ്റുന്ന സമയത്തൊക്കെ മദീനയിൽ പോകാനാണ്. ലാ തജ്അലൂ ഖബരി ഈദാ. എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുതേ. ചിലർ അർത്ഥം വെക്കാണ് ഈദാക്കരുത്, അവിടെ പോയിട്ട് എപ്പോഴും ഇങ്ങനെ പോയിക്കാണ്ട് പെരുന്നാൾ പോലെ ആക്കരുത്.
സുബ്ഹാന മൻജല്ല. എന്താണ് അതിന് ഇബ്നു ഹജറുൽ ഹൈതമി കൊടുത്ത വിവക്ഷ എന്താണ്? ആദയിൽ നിന്ന് വന്നതാണ് കാക്ക ഈദ് എന്ന ലഫ്ള്. ആദ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. ഇനി പെരുന്നാളിന് തന്നെ ഈദ് എന്ന് പേര് വെക്കപ്പെടാനുള്ള കാരണം അത് കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രം വരുന്നത് കൊണ്ടാണ്. ഇനി ഹദീസിന് അർത്ഥം വെക്കില്ല, എന്റെ ഖബറിലേക്ക് നിങ്ങൾ കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രം വരുന്നവരാകരുത്. മഅശൂഖായ മുത്തുനബി ആശിഖീങ്ങളെ മദീനയുടെ മണ്ണിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ പെരുന്നാൾ പോലെ കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രം വരരുത്, മദീനയിലേക്ക് സദാ വരണേ. മദീന മണ്ണിലേക്ക് മനസ്സ് ക്ഷണിക്കുകയാണ്. മഅശൂഖായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നും ഒഴുകുന്നവരില്ലേ, അത് എന്നും ഒഴുകേണ്ടവരല്ലേ. യാ അക്റമൽ ഖുറമാ അലാ അതാബികു ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികു യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികു വദ്ദംഉ മിൻ നൈനിഹി സാല സജീമാ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. ഇത് ഒരു ഉമർ ഖാലി മാത്രമല്ല, ഒരുപാട് ഖാലിമാരുണ്ട്. മദീനയിൽ പോയി വിതുമ്പിയ ആളല്ലേ വലിയുള്ളാഹി ശംസുൽ ഉലമാ. തന്റെ കൂടെ ഹബീബിന്റെ മദദ് സഹ ഉണ്ട് എന്ന് തെളിയിച്ച ചരിത്രത്തിന്റെ ഉടമയല്ലേ വിലായത്തിന്റെ രാജനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ. ചെറുശ്ശേരി ഉസ്താദ് സ്മരണികയിൽ എഴുതി വെച്ചിട്ടുണ്ട് കണ്ണിയത്തോരെ കുറിച്ച്. അവരൊരു പ്രത്യേകമായ സ്വലാത്ത് ദായിമാക്കിയിരുന്ന ആളാണ്. ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിനോട് പറഞ്ഞത്, ചെറുശ്ശേരി ഈ സ്വലാത്ത് ദായിമാക്കിയ മരണവേളയിൽ മുസ്തഫായ നബിയുടെ മദദ് ഉണ്ടാകും, സാന്നിധ്യം ഉണ്ടാകും എന്നതാണ്. പരിഹസിക്കണ്ട, നിങ്ങളുടെ മാസികയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന സമയത്ത് അവിടെ റസൂലുള്ളാഹിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മാസികയിൽ പഴയ കാലത്ത് നിങ്ങൾ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട്. മഹാനരായ ശൈഖുനാ കണ്ണിയത്തോര് അല്ലാഹുവിന്റെ റസൂലിനെ മാടി വിളിച്ചവരാ. ഈ നാട്ടി ജില്ലക്കാരനായിരുന്ന സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് സ്വലാത്ത് സ്ഥാപിച്ചിരുന്ന മഹാനല്ലേ, ദിക്റിന്റെ ശൈഖല്ലേ. അവരുടെ ഇഷ്ടപ്പെട്ട ദിക്റുകളിൽ ഒന്ന് സലാമും ഖൗലം മിർ റബ്ബിർ റഹീം എന്നല്ലേ. യാസീനിൽ ആ ഭാഗം ഉച്ചത്തിൽ റൂമിൽ മുഴങ്ങുന്ന സമയത്ത് കലിമ ചൊല്ലി വിളിക്കുത്തരം നൽകി പരലോക പൗരത്വം സ്വീകരിച്ചതല്ലേ. അത്തിപ്പറ്റ ഉസ്താദിന്റെ അന്നവും വെള്ളവും സ്വലാത്തല്ലേ. ചെറുവാളൂർ ഉസ്താദിന്റെ അന്നവും വെള്ളവും സ്വലാത്തല്ലേ. സി എച്ച് ഉസ്താദിന്റെ പാതിരാവ് സജീവമായിരുന്നത് സ്വലാത്ത് കൊണ്ടല്ലേ. ഇവരൊക്കെ മദ്ഹിന്റെ തണലിൽ കഴിഞ്ഞവരല്ലേ, അതുകൊണ്ട് ദറജയിൽ എത്തിയവരല്ലേ. അതുകൊണ്ട് നമുക്ക് മടങ്ങാം മദീനയുടെ മടിത്തട്ടിലേക്ക്. ലാ തജ്അലൂ ഖബ്രി ഐദാ, എന്റെ ഖബറിനെ നിങ്ങൾ കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രം വരുന്ന സ്ഥലമാക്കരുത്, സദാ വരണേ. ഈ വിളിക്കുത്തരം നൽകിയില്ലേ തമിഴ്നാട്ടുകാരനായ ഉമറുൽ ഖാഹിരി, കേരളക്കാരനായ ഉമറുൽ ഖാലിയും. ഉമറുൽ ഖാഹിരി ചൊല്ലിയത് മറ്റൊരു രൂപത്തിലാണ്. താഹ ഖൽബി മുദ് അതൈതു വാദിയന്നെ ഖാഫമാ താബ അംവിദാദി തോഹ താലികല്ലി താലി താൽ നഖ താഴ്വരയെത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരു ത്വാഹാവിൻ ചാരെ ഞാൻ ലയത്തിലായി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമറുൽ ഖാഹിരിയെയും ഉമറുൽ ഖാലിയെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു പുതിയ വിഷയം ആരെങ്കിലും അവതരിപ്പിക്കുമോ, പ്രബന്ധം അവതരിപ്പിക്കുമോ? എന്നാൽ ഇഷ്കിന്റെ നീലാകാശത്ത് സ്വലാത്തിന്റെ പാരച്ചൂട്ടുമായി പാറിപ്പറന്ന് മദീനയിൽ ചിറകൊടിഞ്ഞ് വീഴാൻ കഴിയുമേ?
മൻ അറാദ യമൂത ബിൽ മദീന ഫല്യമുത് ലിഅന്നി അശ്ഫഉ ലിമൻ മാത ബിഹാ. മദീനയിൽ മരിക്കുവോളം താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് വന്നോ. മദീനയിൽ മരിച്ച് കബറടക്കപ്പെടുന്നവർക്ക് എന്റെ സ്പെഷ്യലായ ശഫാഅത്തുണ്ട്. പറയാൻ ബാക്കി വെച്ച വല്ലതുമുണ്ടോ? ആശിഖീങ്ങൾക്ക് വയറ് നിറച്ച് കുടിപ്പിച്ചിട്ടല്ലേ ഈ ഭൂമിയിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള വാസം വെടിഞ്ഞുകൊണ്ട് പരലോകത്തെത്തിയത്. ഇനി ഇപ്പോഴെന്താണ് പണി? ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും ഇൻ റഅയ്തു ഫിഹാ ഖൈറൻ ഹമിദുല്ലാഹ വഇൻ റഅയ്തു ഗൈറ ദാലിക അസ്തഗ്ഫർതു ലക്കും. ഇപ്പോഴും പണി എന്താണ്? നമ്മുടെ തെറ്റുകൾ കണ്ടാൽ പടച്ചവനോട് പൊറുക്കണേ പൊറുക്കണേ എന്ന് തേടലാണ്. ഇപ്പോൾ റൗളയിൽ മുസ്തഫ നബിയുടെ പണി സലാം അടക്കലാണ് പണി. ഒരു കാര്യം ആശിഖീങ്ങളെ മുഹിബ്ബീങ്ങളെ തീരുമാനിച്ചോളൂ. റസൂലുള്ളാഹിന്റെ അനുരാഗത്തിന്റെ അഗ്നി ആളിപ്പടർന്നുകൊണ്ട് ആ ഓർമ്മയിൽ വെന്ത് നീറുന്ന മനസ്സുമായി എവിടെ കഴിഞ്ഞാലും ആ സ്പോട്ടിൽ ആ വിവരവും മദീനയിൽ ഇഷ്കിന്റെ രാജനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അറിയുന്നതാണ്. അങ്ങനെയല്ലേ ഉവൈസുൽ ഖറനിയെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത്. പിന്നെയുള്ള പലരെയും ഇശാറത്ത് നൽകിയത് അത് അന്ന് മാത്രമല്ല ഇന്ന് മാത്രമല്ല എന്നും തിളങ്ങുന്ന പ്രോജ്വലിക്കുന്ന സ്വഭാവത്തോട് മദീനയിൽ നിന്ന് പ്രത്യുപകാരമായി പ്രവഹിക്കുന്ന വല്ലാത്ത സൗഭാഗ്യമാണ്. അതുകൊണ്ട് മദീന ഫാഷനിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിലും എണ്ണം കൂട്ടാനും മറക്കരുത്. അത് അധികരിപ്പിക്കണേ. ഈ സദസ്സിൽ ധാരാളം പ്രഭാഷകന്മാരുണ്ട്. എന്നോട് ഇന്നും വിളിച്ച് ചോദിച്ചവരുണ്ട്, നിങ്ങളുടെ സൗണ്ട് എന്താണ് അടയാത്തത്? ഞാൻ അതിൽ ഫഖർ പറയുകയില്ല. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, അടയൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അടഞ്ഞേക്കാം, അത് ദുനിയാവിന്റെ പരീക്ഷണമാണ്. പക്ഷെ സൗണ്ട് അടഞ്ഞുകൊണ്ട് എനിക്ക് വല്ലാതെ പരിപാടി ക്യാൻസലാക്കേണ്ടി വന്നിട്ടില്ല. എന്റെ മരുന്ന് അത് നിങ്ങളുടെ മരുന്നാണ്, അത് ലോകത്തിന്റെ മരുന്നാണ്. ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വഹകഫൽ ഇൻദല്ലിലഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തു മുസ്തഫാന്റെ മുമ്പിൽ മധുരമായി പാട്ട് പാടുകയാണ്. സംഗതി മൂത്താപ്പയാണ്, പക്ഷേ മകന്റെ മുമ്പിൽ പാട്ട് പാടുകയാണ്. ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനിയാ വഫീ നൂരി കുല്ലു യജിഉ വയദ്ഹബു സ്വലാത്തും വതസ്ലീമു വഅസ്കാ തഹിയ്യതി. ഇത് പാടിയ പാടെ അള്ളാന്റെ റസൂല് ചിരിച്ചുകൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് തൊണ്ട തടവുകയാണ്. അബ്ബാസ് എന്നവരെ, നിങ്ങളുടെ ശബ്ദത്തിനും തൊണ്ടയ്ക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. സ്വഹാബാക്കളിൽ ഉച്ചത്തിൽ ശബ്ദിച്ചാലും തൊണ്ടടയാത്ത മധുര സ്വരത്തിന്റെ ഉടമയും കൂടിയായിരുന്നു. ഗംഭീരമായ ശബ്ദത്തിന്റെ ഉടമയും കൂടിയായിരുന്നു. മഹാനവറുകൾ അതിന് കാരണം മധു കൊണ്ട് കിട്ടിയതാണ്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആയിഷ ഉമ്മയെ ദുരാരോപണം നടത്തിയതിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് അറിയാതെ കപടന്മാരുടെ വഞ്ചനയിൽ കുടുങ്ങിയ മഹാനാണ്. അതുകൊണ്ട് അവരുടെ ദറജക്കൊട്ടും കുറവില്ല. എന്നാലും ആയിഷ, അതിലൊക്കെ ഓരോ ഹിക്മത്തുണ്ട് കേട്ടോ, എനിക്കിപ്പോ പറയാൻ സമയമില്ല. ആയിഷാബിയെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം അന്ന് നടന്നത് ഒരു നിലക്ക് നന്നായി. കാരണം ഹബീബ നബിയുടെ വഫാത്തിന് ശേഷം ആയിഷ ഉമ്മ 40 കൊല്ലത്തോളം പിന്നെ ജീവിച്ചിരിപ്പുണ്ട്. ഇനി ആ 4 പതിറ്റാണ്ടിന്റെ ഉള്ളിൽ ആരെങ്കിലും ഒന്ന് ആയിഷമ്മയെ കുറിച്ച് ഈ നിലക്ക് ആരോപിച്ചുകൊണ്ട് വന്നാൽ അത് യുക്തിവാദി, അന്നത്തെ യുക്തിവാദികളും പറയും ഒരിക്കലും നടക്കൂല, ഇങ്ങനത്തെ ഒരു ആരോപണം നേരത്തെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ശരിയല്ലായിരുന്നു, ഈ മര്യാദക്ക് എന്നോളി എന്ന് പറയും. അതിന് അല്ലാഹു തആല നേരത്തെ ഒരു പരീക്ഷണം വെച്ചു. പക്ഷെ അതിൽ ചില ഒറ്റപ്പെട്ട സ്വഹാബകൾ പെട്ടുപോയി, തെറ്റിദ്ധാരണയിൽ പെട്ടുപോയി. അതിൽപ്പെട്ട ഒരു മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. എന്നാലും ഹസ്സാൻ എന്നവരെ എപ്പോ ആയിഷമ്മന്റെ വീട്ടിൽ ചെന്നാലും വല്ലാത്ത ബഹുമാനമാണ്, സുഭിക്ഷ ഭക്ഷണം വിളമ്പുകയാ. ഒരിക്കൽ ആയിഷാബിയോട് ചോദിച്ചു, നിങ്ങളെന്താ ഹസ്സാനെ എങ്ങനെ ആദരിച്ചുകൊണ്ട് സ്നേഹിച്ച് സൽക്കരിക്കുന്നത്, നിങ്ങളെ കുറിച്ച് പഴയ കാലത്തുള്ള ആരോപണത്തിൽപ്പെട്ട ആളല്ലേ എന്ന് വെച്ചു. ആയിഷ ഉമ്മ പറഞ്ഞു, അതെനിക്കറിയില്ല.
ഹസ്സാൻ അള്ളാന്റെ സ്വർഗത്തിൽ മഹാനാണ്. അതിന് അവർ തെളിവ് പറഞ്ഞത് ഹസ്സാൻ മാദിഹുർ റസൂലാണ്. അല്ലാഹുവേ, ഞങ്ങൾ നീ മുദ്ദാഹിൽ ഞങ്ങളൊക്കെ പെടുത്തണേ അല്ലാ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ അല്ലാ. അള്ളാന്റെ റസൂലില്ലെങ്കിൽ അള്ളഹാനോട് മഹബത്തുണ്ടോ? അള്ളാഹു എത്തിച്ചില്ലേ തങ്ങളുടെ കൗമിനെ എത്തിച്ചില്ല. അവിടെ മുലാഫിനെ സങ്കല്പിച്ചു കൊടുക്കണം. സൂഫിയാക്കളെ തഫ്സീറൊക്കെ എടുത്തു നോക്കൂ. ചില ആളുകൾ അർത്ഥം വെച്ചാൽ സദസ്സിലിരിക്കാൻ തോന്നൂല. പടച്ചവൻ എത്തിച്ചില്ലേ കൗമക്ക എന്ന അർത്ഥം വെക്കണോ? പിഴച്ചവൻ എന്നാണ് അർത്ഥം വെക്കുന്നതെങ്കിൽ കൗമ എന്ന മുലാഫിനെ സങ്കല്പിക്കണോ? അങ്ങയുടെ കൗമിനെ വിഭിചാരത്തിലോ പലിശയിലും കൊലയിലുമൊക്കെയായി പടച്ചവൻ എത്തിച്ചില്ലേ? ഫഹദാ, അങ്ങയെ കൊണ്ട് അവരെ സമുദ്ധരിച്ചില്ലേ നബിയേ? അല്ലെങ്കിൽ എങ്ങനെ അർത്ഥം വെക്കണോ? പടച്ചവൻ എത്തിച്ചില്ലേ കാത്തങ്ങളെ? ലാലൻ, അങ്ങ് അള്ളാനെ വല്ലാതെ സ്നേഹിക്കുന്ന മുഹിബായി എത്തിച്ചില്ലേ? കാരണം ലാലൻ എന്നതിന് മുഹിബ് എന്ന അർത്ഥവുമുണ്ട്. അങ്ങയെ പടച്ചവനെ നന്നായി സ്നേഹിക്കുന്ന മഹാനായി എത്തിച്ചില്ലേ? കാരണം 40 കൊല്ലവും അവിടെയുള്ള വഞ്ചനയിലോ കരിഞ്ചന്തയിലോ പലിശയിലോ കൊലയിലോ വിഭിചാരത്തിലോ ലഹരിയിലോ സെക്സിലോ ഒന്നോ റസൂലുള്ളാഹിക്ക് ബന്ധമില്ല. പലപ്പോഴും ഒറ്റക്കിരുന്ന് ദിക്ർ ചൊല്ലുകയാണ്. അള്ളാന്റെ മുഹിബ്ബാണ്. അങ്ങനെ ഒറ്റക്കിരുന്ന് കൊണ്ട് ഹിറാ ഗുഹയിൽ ദിക്ർ ചൊല്ലുന്ന ലാലായി മുഹിബ്ബായി അങ്ങയെ അള്ളാഹു എത്തിച്ചില്ല നബിയേ. ഫഹദാ, നീചമായ കൾച്ചറിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ ജബൽ നൂറിന്റെ മുകളിൽ ഏകാന്ത നിബദ്ധനായിട്ടിരിക്കുമ്പോ സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ആന്തരികമായ ഹെൽത്ത് തന്ന് അങ്ങേ ഹിദായത്തിലാക്കി. നുബുവത്ത് കൊണ്ട് റിസാലത്ത് കൊണ്ട് ഹിദായത്ത് പല മാനയ്ക്കുണ്ട്. അത് റബ്ബല്ലയോ നബിയേ? അല്ലെങ്കിൽ അല്ലാഹു എത്തിച്ചില്ലേ കാത്തങ്ങളെ? ലാലായി എത്തിച്ചില്ലേ? കാരണം മേറാജിന് വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷെ റൂട്ട് മാപ്പ് അറിയില്ല. മേറാജിന് വരാൻ ആഗ്രഹമുണ്ട്, പടച്ചവന് കൊണ്ടുപോവാനും ആഗ്രഹമുണ്ട്. റൂട്ട് അറിയാതെ എങ്ങോട്ടാണ് പോവുക? അപ്പോഴല്ലേ ജിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ട് ആകാശത്തേക്കുള്ള റൂട്ട് മാപ്പ് പടച്ചവന് കൃത്യമാക്കി തന്നില്ല നബിയേ? അല്ലെങ്കിൽ പടച്ചവൻ അങ്ങേ എത്തിച്ചില്ലേ? ചെറിയ കുട്ടിയാകുന്ന സമയത്ത് പെട്ടെന്ന് കാണാതെയായില്ലേ നബിയേ? കഅബയുടെ മുറ്റത്ത് പോയി പേരക്കുട്ടി നഷ്ടപ്പെട്ടതിൽ നൊന്ത് വേദനിച്ച് പൊട്ടിക്കരഞ്ഞ് കെഞ്ചുന്ന അബ്ദുൽ മുത്തലിബിനെ തിരിച്ച് അബൂജഹൽ മുഖേന അങ്ങേ എത്തിച്ചത് അല്ലാഹു അല്ലേ നബിയേ? 9 മണിയാണ്. തങ്ങൾ എന്നോട് പറഞ്ഞു 9:30 മണിയായി. എന്റെ ഭാഗത്ത് നമ്മളുണ്ടാവൂല. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് നിർത്തില്ല. ഇൻഷാ അല്ലാഹ് എത്തിയോ? ഇവിടെ റെഡി അല്ല ആയിഷ? ഞാൻ പറയണേ, ഞാൻ അറിയില്ല കേട്ടോ, വന്നേ അറിയില്ല. ഞാൻ നിർത്തുകയാണ്. ഞാനിത് ഒരുപാട് ഉലമായിന് മുത്താലിമ്യങ്ങളെ കണ്ടുകൊണ്ട് പറയണം. ആയത്തിന് അർത്ഥം വെക്കുമ്പോ ചില ആളുകൾ അർത്ഥം വെക്കുമ്പോൾ ശ്രദ്ധിക്കണില്ല. അപ്പുറപ്പുറം പോയിട്ട് റസൂലുള്ളാഹിന്റെ ഖദർ താഴുന്നു. അത് ശ്രദ്ധിക്കണം. ഹബീബിന്റെ വിഷയത്തിൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹു പറഞ്ഞതാണ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റായിന എന്നുള്ളത് അവിടെ അർത്ഥം വെച്ച് നിർത്തേണ്ടല്ല, നമുക്കൊക്കെ ബാധകമാണ്. അപ്പോൾ റായിന എന്നുള്ളതിൽ മാത്രം ഒതുങ്ങരുത്. റായിന എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ വിഡ്ഢി എന്ന് അർത്ഥമുണ്ട്. അറബ് ഭാഷയിൽ റായി അംറാണ്, നിങ്ങൾ പരിഗണിക്കണേ ഞാൻ ഞങ്ങളെന്ന. പക്ഷെ ഇത് 3 കൂടി കൂട്ടിയ അംറായിട്ടല്ല, മറ്റൊരു ഭാഷയിൽ വിഡ്ഢി എന്ന് അർത്ഥമുണ്ട്. അപ്പൊ വേറൊരു ഭാഷയിൽ മോശപ്പെട്ട അർത്ഥമുള്ളത് എന്റെ ഹബീബിന്റെ നേരങ്ങൾ ഉപയോഗിക്കരുത്. എന്നിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്? അത് അള്ളനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ അതിനുവേണ്ടി യോഗം കൂടണ്ട. വക്കൂലും തൂർന്ന എന്ന് പറഞ്ഞോളി. ഇതാണ് റസൂലുള്ളാഹിന്റെ മഖാം. അപ്പൊ ഹബീബിനെ പ്രശംസിക്കുകയാണെങ്കിലും പറയുമ്പോൾ ആയത്തിന് അർത്ഥം വെക്കുമ്പോൾ ഖദർ താവുന്നത് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഹുദവിയുടെ അദ്ദേഹത്തിന്റെ സ്വരഭംഗിയിലൂടെയുള്ള മധുരരാഗ പേമാരിയാണ് ഇവിടെ പെയ്യാൻ പോകുന്നത്. കുറച്ച് ഇരിക്കണമെന്ന് എനിക്കുണ്ട്. തങ്ങൾ സമ്മതിക്കാണ് ഞാൻ പോകുകയും ചെയ്യും. അദ്ദേഹത്തിന് ഞാൻ അല്ലെങ്കിൽ യാത്രയിലേക്ക് കേൾക്കുന്ന ആളാണ്. നാളെ കുറച്ച് ലോങ് ആണ് പരിപാടി. പിന്നെ ഒമാനിലൊന്ന് പോകേണ്ടതുണ്ട്, അവിടെയും പരിപാടി ഉണ്ട്. ഒക്കെ കൂടിയിട്ട് ഞാൻ പറയാൻ കാരണം എന്താ ഞാൻ ഇരിക്കാത്തത് നിങ്ങൾക്ക് തോന്നണ്ടെന്ന് കരുതിയിട്ടാണ്. തങ്ങൾ എന്നോട് ഇരിക്കാൻ പാടില്ല, അല്ല ഇരിക്കാൻ പാടില്ല എന്ന് അറിയില്ല, ഇരിക്കണോന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇരിക്കും. പോയിക്കോളെന്ന് പറയുകയാണെങ്കിൽ പോകും ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നമ്മുടെ സൗത്തിനൊക്കെ അല്ലാഹു തആല ദഅവത്തിനുള്ള ആയുസ്സും ആഫിയത്തും ഭംഗിയും ശേഷിയും ശേമുഷിയും ഭാഷയും ഭാവനയും ഒക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه
به برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.